ഹലോ ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണനാണേ. ഇന്നൊരു സ്പെഷ്യൽ ഫുഡ് കഴിക്കാനാണ് വന്നത്. കൊല്ലം മാങ്ങാടുള്ള മരുന്ന് ബീഫ് കഴിക്കാനാണ് സുധാരൻ ചേട്ടൻ്റെ കടയിൽ എത്തിയിട്ടുള്ളത്. കൊല്ലം മാങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് സുധാരൻ ചേട്ടൻ്റെ ഈ ഒരു മരുന്ന് ബീഫ് കടയുള്ളത്. പേരെങ്ങനെയാണ്? സുധാകർ. എത്ര വർഷമാകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും മരുന്ന് ബീഫ്? നേരത്തെ എനിക്കൊരു 50 വർഷം കൊണ്ട് ഇതാ. പക്ഷേ എങ്കിൽ തന്നെ ഞാനൊരു ഇപ്പോൾ ഒരു 4-5 വർഷം കൊണ്ടാണ് നമ്മൾ പ്രത്യേക ഒരു രീതിയിൽ നമ്മൾ കുറേ അങ്ങാടി കൂട്ടൊക്കെ ചെയ്യുക. കെമിക്കലില്ലാതെ ചെയ്തെടുക്കുന്ന സാധനം 3.5 മണിക്കൂർ ഒരേ തീ കിടന്ന്. ഒരു ദിവസം എത്ര കിലോ പോകും? കുറച്ച് 12 കിലോ പോകും. എത്ര ആൾ കൂടിയാലും കൂടിയാലും കുറഞ്ഞാലും ഒരേ കണക്ക്. എത്ര മണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും? അത് രാവിലെ ഞാനിവിടെ കട തുറക്കുന്ന 3 മണിക്ക്, പിന്നെ തുടങ്ങാൻ 9 മണി. പുറത്തോട്ട് കൊണ്ടുപോകണമെങ്കിൽ എത്ര നാൾ ഇരിക്കും? 3 ദിവസം ഇരിക്കും. ഇപ്പോൾ പോയ ആഴ്ചയ്ക്ക് പുള്ളി ഖത്തറിൽ പോകുന്ന, സൗദിയിലെങ്ങാണ്ട് പോകുന്നതാണ്. പുള്ളി വന്ന് 15 പൊതിയാണ് പറഞ്ഞത്. പൊതി നമ്മൾ ഇതിനകത്ത് വെച്ച് തന്നെ പ്രൊസീഡ് വിടുന്നതാണ്. എല്ലാം എത്ര ദഹനശക്തി ഉണ്ടാകുന്ന സാധനങ്ങളല്ല, വേറെ ഒന്നും ചെയ്യും. കൊച്ചുങ്ങൾക്ക് 100 വയസ്സുള്ളവർക്ക് വേണമെങ്കിൽ കഴിക്കാം. അത്രയ്ക്കുള്ള ആയുർവേദ സാധനങ്ങൾ ചേർത്തിട്ടെല്ലാം. പിന്നെ ബീഫെന്ന് പറഞ്ഞാൽ ഈ അണു കൂടുതലുള്ള സാധനം. ഇറച്ചിയുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അണുള്ള ബീഫ്. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ 3.5 മണിക്കൂർ ഒരേ തീ കിടന്ന് ചെയ്യുന്നതും. പിന്നെ അതിനകത്ത് ബാക്കി ഇവനെ നല്ല രീതിയിൽ വെന്ത് മസാല ചെയ്ത് വിടുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നുണ്ട് വന്ന് കഴിക്കണമെന്ന്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഞാൻ രാവിലെ ഒരു 7 മണിയപ്പോൾ എത്തി. അതിൻ്റെ പുറകിൽ പോയി ഇനി നിൽക്കണം കേട്ടോ. നിന്നിട്ട് വേണം ബാക്കി തള്ളലോ ഉന്തലോ ഉണ്ടാവുമോ എന്ന് അറിയില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. സുധാരൻ ചേട്ടൻ ഒറ്റയ്ക്കാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. പൊറോട്ട അടിക്കുന്നതും പൊതിയുന്നതും പൊറോട്ട പരത്തുന്നതും ബീഫ് കൈകാര്യം ചെയ്യുന്നതെല്ലാം സുധാരൻ ചേട്ടൻ ഒറ്റയ്ക്കാണ്. എത്ര തിരക്കുണ്ടെങ്കിലും പുള്ളിക്കാരൻ ആളെ നോക്കി വയ്ക്കും. ആളെ നോക്കി വച്ചിട്ടാണ് സാധനങ്ങൾ സെർവ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ക്ഷമയോടുകൂടി നിൽക്കണമെങ്കിലേ നമുക്ക് ഈ ഒരു ബീഫ് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് പുള്ളിക്കാരന് ബീഫിൻ്റെ കൂട്ടുകൾ ചെയ്ത് തുടങ്ങിയിട്ട്. പക്ഷേ 4-5 വർഷമായിട്ടുള്ള കേട്ടോ ഈ ഒരു കട ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്, സെയിൽ ചെയ്ത് തുടങ്ങിയിട്ട്. കിട്ടിയാൽ കഴിച്ച് നോക്കാം, കിട്ടിയില്ലെങ്കിൽ ഒന്നും കൂടെ വരേണ്ടി വരും. ഒരു പൊതി കണക്കിനാണ് കൊടുക്കുന്നത്. 5 പൊറോട്ടയും മരുന്ന് ബീഫായിട്ട് ഇപ്പം 225 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ചേട്ടൻ ഒറ്റയ്ക്ക് തന്നെയാണ് പൊതിയുന്നത്. മരുന്ന് ബീഫ് 2-3 പൊറോട്ട ആദ്യം വയ്ക്കും കേട്ടോ. അതിൻ്റെ പുറത്ത് ഇതുപോലെ മരുന്ന് ബീഫ് വയ്ക്കും. മരുന്ന് ബീഫ് വച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് വീണ്ടും 2 പൊറോട്ട വയ്ക്കും. 2 പൊറോട്ട വച്ചതിന് ശേഷമാണ് പൊതിയുന്നത് കേട്ടോ. പൊതിഞ്ഞ് മടക്കിയിട്ട് ചേട്ടന് ആ ടേബിളിൽ വെച്ചിട്ട് 2 ഇടി ഇടിക്കും കേട്ടോ. അതിലാണ് ആ പൊറോട്ടയും ബീഫോട്ടയും മിക്സ് ആവുന്നത്. അതാണ് അതിൻ്റെ ഒരു സീക്രട്ട്. ഇത്രയും തിരക്കുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. എത്ര ആൾക്കാർ വന്നാലും ചേട്ടൻ ഒരു ദിവസം ഇത്ര ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ. ഒരുപാട് സമയമായിട്ട് അവർ നിൽക്കുന്നതാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. താങ്ക് യു മാമ. കിട്ടിയടേ കിട്ടി. ഒരു 1.5 മണിക്കൂർ ക്യൂ കേട്ടോ. കുറച്ച് സമയം കൂടെ നിന്ന് കഴിഞ്ഞാൽ തീരും. നല്ല തിരക്കുണ്ട്. അതാണ്ട അടാറ് തിരക്കാണേ. ഇതിൻ്റെ ഇടയിലാണ് ഞാൻ പോയത്. നേരത്തെ പറഞ്ഞാൽ കിട്ടൂല. വളരെ കുറച്ച് ഐറ്റം ആണല്ലോ. ഞാൻ 1.5 മണിക്കൂർ ക്യൂ കേട്ടോ. സാധനം കിട്ടി. ഇവിടെ നിന്ന് കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. നമുക്ക് വണ്ടി ഇരുന്ന് കഴിക്കാം. അങ്ങനെ ഒടുവിൽ നമ്മുടെ മരുന്ന് ബീഫ് കിട്ടി കേട്ടോ. ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഒന്നുമില്ല. കാറിനകത്ത് തന്നെയാണ് ഇരുന്ന് കഴിക്കുന്നത്. ഒരുപാട് സമയം നിന്ന് കേട്ടോ. 1.5 മണിക്കൂർ ഞാൻ ക്യൂ നിന്നു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം എന്ന് പറഞ്ഞാൽ 6 മണിക്ക് ഇറങ്ങി. 7:30 മണിയൊക്കെ ആയപ്പോൾ ഇങ്ങനെ എത്തി കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ കിട്ടുന്ന. അത്രയ്ക്ക് തിരക്കായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ആൾക്കാർ 3-4 പേര് പോയി. എങ്കിലും ഞാൻ വിചാരിച്ച് കിട്ടുമെന്ന് വിചാരിച്ചേട്ടാ. പക്ഷേ അറ്റ്ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല വിശപ്പെട്ട. ഏകദേശം 10 മണി കഴിഞ്ഞു. നല്ല ചൂട് നല്ല അടിച്ച പൊറോട്ടയാണ് കേട്ടോ. അടിച്ച പൊറോട്ടയും മരുന്ന് ബീഫ് ഇതാ ഇതിൻ്റെ ഇടയിൽ ഇതാ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതാണ്ട നല്ല കുതിർന്ന് ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു 5 പൊറോട്ട എന്ന് പറയുന്ന ഒരു സെറ്റാണ് കേട്ടോ. ഇതാണ് ഇതിപ്പോൾ 2 എണ്ണം. ഇതിൻ്റെ അടിയിൽ 3 പൊറോട്ടയുണ്ട്. അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാൻ കൂടുതലായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇതാ കണ്ട ബീഫിലെ അതിങ്ങനെ കുതിർന്നിരിപ്പുണ്ട് പൊറോട്ട. നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടോടുകൂടി തരുന്നതാ. ഇതാണ് മരുന്ന് ബീഫ് കേട്ടോ. മരുന്ന് ബീഫ് കണ്ടിട്ടില്ലാത്ത ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കഴിക്കണമെന്ന്. കേട്ടോ നല്ല നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അതാണ് നല്ല മരുന്ന് ബീഫ്. വേണ്ടല്ലോ, ഇതാണ് മരുന്ന് ബീഫ്. ഒരുപാട് നാളത്തെ ആഗ്രഹം ഇന്ന് തീർക്കാൻ പോവാണ്. അതിന് വേണ്ടി വന്നതാണ് കേട്ടോ. ജസ്റ്റ് ഇത് മരുന്ന് ബീഫ് മാത്രം ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇതാ കണ്ടോ.
പൊടി കേട്ടോ, വല്ലാത്തൊരു രുചി കേട്ടോ. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. കഴിച്ചോട്ടെ. ഇനി ഒല ഇരിപ്പുണ്ടേ. നല്ല വിറകടുപ്പിൽ ഒരുപാട് സമയം, ചേട്ടാ രാവിലെ 4 മണിക്ക് കണ്ട വരുന്നതാണ്. ഒരുപാട് സമയം, അത്രയും സമയം കുക്ക് ചെയ്തെടുക്കുന്നതാണ്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. കിട്ടിയ ഭാഗ്യം എന്നാണെങ്കിൽ പറയാം. രാവിലെ വരണം കേട്ടോ. പൊറോട്ടയുടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല നല്ല മൊരിഞ്ഞ അടിച്ച പൊറോട്ട കേട്ടോ, ഒരു രക്ഷയില്ല. ഇതാ പൊറോട്ടയും മരുന്ന് ബീഫാണേ. രക്ഷയില്ല കേട്ടോ. ഒരു തവണ ഒന്ന് വാങ്ങിച്ച് കഴിച്ചു തുടങ്ങി കേട്ടോ. വേറെ ലെവൽ. നമ്മൾ നല്ല പട്ട കരുവേപ്പട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. ദേവിയൊക്കെ അതിൻ്റെ പുറത്തിരിപ്പുണ്ട്. ഓ, പറഞ്ഞ പോലെ തന്നെ കേട്ടോ, മരുന്ന് ബീഫ് പൊളി, അടിപൊളി കേട്ടോ. ഒരു നമ്മളെന്തോ പറയാൻ, ഒരു കഷായത്തിൻ്റെയൊക്കെ ഒരു രുചി. കഷായം നമുക്ക് കശർപ്പായിട്ടാണ് തോന്നുന്നത്, പക്ഷേ ഇതൊരു പ്രത്യേക രുചി കേട്ടോ. ഇങ്ങനെ മസാല കൂട്ടും ആ ഒരു മരുന്നൊക്കെ ചേർത്തിട്ടുള്ള ഉള്ള കൂട്ടിൽ ഇത്രയും സമയം വിറകടുപ്പിൽ ചെയ്യുന്നില്ല, അതുകൊണ്ടുള്ള ആ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. കുറച്ച് ക്ഷമയോടെ കാത്തു നിൽക്കണം കേട്ടോ. ഉടക്കൊന്നും ഉണ്ടാക്കില്ല, പുള്ളിക്കാരെ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒറ്റയ്ക്കുള്ള പരിപാടിയാണ്, ഒറ്റയാൾ പോരാട്ടമാണ്. സൂപ്പറാണ്, മസ്റ്റ് ട്രൈ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. വേണ്ട, എൻ്റെ വേവെന്ന് പറഞ്ഞത് അങ്ങനെ പോലെ ഇരിക്കുന്നുണ്ട്. ഓ, വേറെ ലെവൽ. 3 പൊറോട്ട ആദ്യം വയ്ക്കും, എന്നിട്ട് അതിൻ്റെ പുറത്താണ് ഒരു ബീഫ് ഫ്രൈ വയ്ക്കുന്നത്. അതിൻ്റെ പുറത്ത് 2 പൊറോട്ടയും കൂടെ വെച്ച് പൊതിഞ്ഞതിന് ശേഷം ഇങ്ങനെ അമർത്തിയ ഒരു 2 അടിയുണ്ട് കേട്ടോ ആ പൊതിയിൽ തന്നെ. അപ്പോഴാണ് ആ ബീഫും പൊറോട്ടയും കൂടെ അങ്ങ് മിക്സ് ആവുന്നത് കേട്ടോ. നല്ല ഞെരിങ്ങി അതേപോലെ പൊറോട്ടയിൽ ബീഫിൻ്റെ കറിയെല്ലാം പിടിച്ചിരിക്കും. പൊറോട്ട മാത്രം കഴിക്കാൻ കേട്ടോ, കറി വേണമെന്നില്ല. അത്രയ്ക്ക് ആ ഒരു പൊറോട്ടയിൽ ബീഫിൻ്റെ ഗ്രേവി നല്ല ചേർന്നിട്ടാണ് കേട്ടോ. ഇത്രയും ദൂരം രാവിലെ ഉറക്കഴിച്ച് വന്നതിന് ഒരു നഷ്ടമില്ല. പൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കൽ വരിക, ഒന്ന് ട്രൈ ചെയ്യുക, കുറച്ച് സമയം ക്ഷമയോടെ കാത്തിരിക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഉണ്ട്.